നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഈസി ആൻഡ് ടേസ്റ്റിയായ ഒരു മുട്ട വരട്ട് തയ്യാറാക്കിയാലോ. ആവശ്യമായ സാധനങ്ങൾ: സവാള 1.5 എണ്ണം, തക്കാളി, പച്ചമുളക് 1 എണ്ണം, കറിവേപ്പില, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പെരുംജീരകം പൊടി, സോൾട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 3 മുട്ട, കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വരണം. ഇനി നമ്മുടെ സവാള നന്നായി വഴണ്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സവാള കുറച്ചൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്ക് അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വഴണ്ട് വരുന്നവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. മസാല ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ അടിച്ചു വെച്ച കോഴിമുട്ട 3 എണ്ണം, അടിച്ചു വെച്ച കോഴിമുട്ട ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കോഴിമുട്ട ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. അതർവൈസ് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോവും. അങ്ങനെ സെറ്റായി പോകാൻ പാടില്ല. നമ്മുടെ മസാല എല്ലാ പാർട്ടികൾക്കും, കോഴിമുട്ടയുടെ എല്ലാ പാർട്ടികൾക്കും മിക്സ് ആവണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ. ഓക്കെ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്കും എത്തണം നമ്മളുടെ എഗ്ഗിൻ്റെ. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ മുട്ട വരട്ടിന്. അപ്പം നമ്മളുടെ മുട്ട വരട്ടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് വിനെഗർ, ഒരു 1/4 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കും കേട്ടോ ഈ മുട്ട വരട്ടിന്. അപ്പം ഇത്രയുള്ളൂട്ടോ നമ്മുടെ മുട്ട വരട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പെട്ടെന്ന് അമ്മമാർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ചോറിൽക്കും പത്തിരിക്കും ചപ്പാത്തിക്കും. അപ്പം അത്രയുള്ള നമ്മുടെ മുട്ട വരട്ടെ. എല്ലാവർക്കും ഇഷ്ടമായ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.